നമ്മുടെ അടുക്കളയിൽ പ്രതിദിവസവും ഉപയോഗിക്കുന്ന മസാലകൾ മുളക്, മഞ്ഞൾ, ഏലക്ക, കറുവാപ്പട്ട ഇവ സാധാരണ ചേരുവകളല്ല. ഇവ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. രുചിയുടെ, വ്യാപാരത്തിൻ്റെ, സാമ്രാജ്യങ്ങളുടെ, സംസ്കാരങ്ങളുടെ ചരിത്രം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ മസാലകളുടെ അത്ഭുതകരമായ യാത്രയാണ്. വളരെ പഴയ കാലത്ത് മസാലകളുടെ സുഗന്ധം ദൂരെ ദൂരെയായി പരന്നു. ഇന്ത്യയുടെ തെക്കൻ തീരങ്ങൾ, പ്രത്യേകിച്ച് കേരളം, ലോകം മുഴുവൻ ഗോൾഡ് കോസ്റ്റ് എന്ന് വിളിച്ചതിൻ്റെ കാരണം മസാലകളായിരുന്നു. പെപ്പർ, ഏലക്ക, ഗ്രാമ്പു, ജാതിക്ക ഇവയുടെ സുഗന്ധം തന്നെ ആകർഷണം സൃഷ്ടിച്ചു. അറേബ്യൻ വ്യാപാരികൾ കടൽ മാർഗം ഇവ കൊണ്ടുപോയി. പിന്നെ യൂറോപ്പിലെ രാജാക്കന്മാരുടെ മേശകളിൽ ഇവ സ്വർണം പോലെ വിലപ്പെട്ടതായി തീർന്നു. മസാലകൾ മാത്രമല്ല രുചി നൽകിയത്, അവ യുദ്ധങ്ങൾക്കും കാരണമായി. പോർച്ചുഗീസുകാരും ഡച്ച് വ്യാപാരികളും പിന്നീട് ബ്രിട്ടീഷുകാരും എല്ലാവരും മസാലകളെക്കുറിച്ചുള്ള ആഗ്രഹത്തിൽ കേരളത്തിലേക്ക് വന്നു. ഒരു ചെറിയ കറുത്ത മുളക്, അതിനായി സാമ്രാജ്യങ്ങൾ പൊരുതിയെന്നത് വിചിത്രമല്ലേ? കണ്ണൂർ മുതൽ കൊച്ചി വരെ നിലകൊണ്ടിരുന്ന തുറമുഖങ്ങൾ ലോകവ്യാപാരത്തിൻ്റെ ഹൃദയമായിരുന്നു. മസാലകൾ നമ്മുടെ അടുക്കളയിലെ രുചിയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് തോന്നാം, പക്ഷേ ഓരോ വീട്ടിലും അവയ്ക്കൊരു ഓർമ്മയുണ്ട്. അമ്മയുടെ കയ്യിൽ നിന്നും വരുന്ന കറിവേപ്പിലയും മഞ്ഞളും ചേർന്ന സുവാസം, അത് ബാല്യത്തിൻ്റെ ഓർമ്മയാണ്. കുറേ പേരുടെ മനസ്സിൽ മസാല ചായ എന്നൊരു വാക്ക് തന്നെ സന്തോഷത്തിൻ്റെ ഗന്ധമാണ്. മസാലകൾ രുചിക്കും ഹൃദയത്തിനും തമ്മിലുള്ള പാലമാണ്. മസാലകൾ ഭക്ഷണത്തിനൊപ്പം ഔഷധങ്ങളുമായിരുന്നു. ആയുർവേദത്തിൽ നിന്നുള്ള മഞ്ഞളിൻ്റെ, ഇഞ്ചിയുടെ, ജീരകത്തിൻ്റെ ഗുണങ്ങൾ ഇന്നും നാം ഉപയോഗിക്കുന്നു. മഞ്ഞൾ മുറിവിന് മരുന്നാണ്. ഇഞ്ചി ചൂടിനും ശീതത്തിനും ശാന്തിയാണ്. ഓരോ മസാലയ്ക്കും അതിൻ്റേതായ ഒരു കഥയുണ്ട്, ശരീരത്തിനെയും മനസ്സിനെയും ഉണർത്തുന്ന ഒരു കഥ. ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യൻ മസാലകൾക്കായി നോക്കിക്കാണുന്നു. ഒരു കാപ്പിയിലിട്ടാലോ ഒരു സിറപ്പിൽ പോലും നമ്മുടെ കറുവാപ്പട്ടയുടെ സ്പർശം കാണാം. മസാലകൾ അത്രമേൽ അതുല്യമായത് അതിൻ്റെ ആത്മാവാണ്, മണ്ണിൻ്റെ, കൈകളുടെ എല്ലാം ആത്മാവ്. മസാലകളുടെ ഗന്ധം പോലെ തന്നെ നമ്മുടെ കഥകളും തലമുറകളിൽ പരക്കും. അവ രുചി മാത്രമല്ല നൽകുന്നത്, ഒരു ഓർമ്മയെയും ഒരു അനുഭവത്തെയും നമുക്ക് നൽകുന്നു. അതുകൊണ്ടാണ് മസാലകൾ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യമായ മായാജാലമായി മാറിയത്. ദിസ് ഈസ് ദ മാജിക് ഓഫ് സ്പൈസസ്.